ഹായ് സാർ, ഹാവ് എ നൈസ് ഡേ. ഒരു ഇടത്തരക്കാരനെ സംബന്ധിച്ച് വരാൻ പോകുന്ന മാസം എന്ന് പറയുന്നത്, അതായത് മാർച്ച് മാസം, വളരെയേറെ മാനസിക പിരിമുറുക്കത്തിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളായിരിക്കും. കാരണമെന്ന് പറയുന്നത്, നമുക്കറിയാം, ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഓരോ വ്യക്തിയുടെയും ജീവിതം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ EMIകളിലും കടബാധ്യതകളാലും നിയന്ത്രിക്കപ്പെടുന്ന ഒന്നാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതൊരു നിഷേധിക്കാനാവാത്ത ഒരു സത്യമാണ്. സമ്പത്ത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത്? എനിക്ക് വേണ്ട രീതിയിൽ അതിനെ കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? അതിനുള്ള കഴിവ് എനിക്കുണ്ടോ എന്നതിന് അനുസരിച്ചല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പലവിധ ആവശ്യങ്ങളും മറ്റ് കാര്യങ്ങളും കടന്നു വരുന്നത്. ഒരു ഫാമിലി മാനെ സംബന്ധിച്ച് സാമൂഹിക യാഥാർത്ഥ്യങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ അയാൾ എപ്പോഴും വിധിക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും. പ്രധാനമായും ഒരു കുടുംബം എന്ന് പറയുന്ന സങ്കല്പം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും അത്യാവശ്യത്തിനും ഒക്കെ ഒരാൾ പണം കണ്ടെത്തേണ്ട ഒരു അവസ്ഥയുണ്ട്. പ്രാഥമികമായ ആവശ്യങ്ങൾക്കും അപ്പുറത്തേക്ക് സാമാന്യ ജീവിതം ഒരു വ്യക്തിയെ പല വിധത്തിലുള്ള പ്രാരബ്ധങ്ങളിലേക്കാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. വീട് നിർമ്മിക്കാനോ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യത്തിനോ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷം ലഭിക്കുന്ന മറ്റ് ആക്ടിവിറ്റീസിനോ വേണ്ടി ഇന്നൊരു സാധാരണ വ്യക്തി കണ്ടെത്തുന്ന വരുമാനം തികയാത്ത ഒരു അവസ്ഥയാണ്. അപ്പോഴാണ് നമുക്ക് മുമ്പിലേക്ക് പല വിധത്തിലുള്ള വായ്പാ പദ്ധതികൾ ചൂണ്ടയിടുന്നത്. പാവം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അയാളുടെ മുമ്പിൽ ആ ഒരു ചൂണ്ടയിൽ കൊളുത്തുക എന്നല്ലാതെ മറ്റൊരു വഴിയില്ല. പക്ഷേ അദ്ദേഹത്തിനെ സംബന്ധിച്ച് തൊഴിൽ മേഖലയിൽ അന്നന്ന് തൊഴിൽ ദാരിദ്ര്യം വന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലൂടെയാണ് ഓരോ വ്യക്തിയും കടന്നു പോകുന്നത്. അയാൾ ശീലിച്ച തൊഴിൽ ഇല്ലാതാവുന്നു. സാങ്കേതിക വിദ്യകൾ വളരുന്നതോടൊപ്പം തൊഴിൽ ദിനങ്ങൾ കുറഞ്ഞു വരുന്നു. പുതിയ ടെക്നോളജികൾ പഠിക്കാനില്ലാത്ത അല്ലെങ്കിൽ അതിന് പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് അയാൾ മാറുന്നു. അങ്ങനെ പല വിധത്തിൽ ഒരു മനുഷ്യൻ്റെ സാമ്പത്തിക ആരോഗ്യം വളരെയേറെ ക്ഷയിച്ച ഒരു അവസ്ഥയിലാണ് ഓരോ വ്യക്തിയും ഉണ്ടാവുക എന്നുള്ളത് 100% ശരിയായ കാര്യമാണ്. അയാൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ അതെന്തുമായിക്കൊള്ളട്ടെ, അതിൽ നിന്നും അദ്ദേഹത്തിന് സ്വതന്ത്രമായ രീതിയിൽ സമയത്തെ കൈകാര്യം ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നില്ല എങ്കിൽ, സമയത്തെ കൈകാര്യം ചെയ്യുക എന്ന് വെച്ചാൽ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്നുകൂടി അതിന് അർത്ഥമുണ്ട്. മറ്റൊരർത്ഥം എന്ന് പറയുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യം തന്നെയാണ്. കഴിയുന്നുണ്ടോ എന്ന് നമ്മളെല്ലാവരും പരിശോധിക്കുക. ഞാൻ ചെയ്യുന്ന ജോലിയിൽ പൂർണ്ണമായും എനിക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാൻ സാധ്യതയുണ്ട്? അത് നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം. ഇല്ല എന്നാണ് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് പുതിയ സാധ്യതകളിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കും. ആ ഒരു സാധ്യതയിലേക്കാണ് പേൾ വെയിൻ ഇൻ്റർനാഷണൽ നിങ്ങൾക്ക് ഒരു പുതിയ മാർഗം കാണിച്ചു തരുന്നത്. ഇവിടെ നിങ്ങളെ സമീപിച്ച ഒരു വ്യക്തി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, ഇതൊരു
ഡിജിറ്റൽ ബാങ്കിംഗ് സിസ്റ്റം എന്നാണ്. എന്താണ് ഒരു ഡിജിറ്റൽ ബാങ്കിംഗ് സിസ്റ്റം? സാധാരണ ബാങ്കിങ്ങിൽ നിന്നും എന്താണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്? നമുക്കറിയാം, നമ്മളിപ്പോൾ കണ്ടുവരുന്ന ബാങ്കിംഗ് സിസ്റ്റത്തിൻ്റെ അതേ മാതൃകയിൽ തന്നെ നിയോ ബാങ്കിങ്ങുകൾ ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ പണ്ട് കാലത്ത് നമ്മൾ ബാങ്കിംഗ് സർവീസിൽ വളരെ പ്രധാനപ്പെട്ട പ്രോസസ്സായ സ്വീകരിക്കുവാനോ പണം ഇൻവെസ്റ്റ് ചെയ്യുവാനോ ബാങ്കിലേക്ക് സ്വീകരിക്കുവാനോ ഇന്ന് നമുക്ക് നേരിട്ട് ബാങ്കിലേക്ക് പോകണമെന്ന് ATM മെഷീനുകൾ അങ്ങനെയുള്ള സൗകര്യങ്ങൾ നമുക്കതിന് ATM മെഷീനുകൾ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ. പക്ഷേ ബാങ്കിങ് മേഖലയിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പണം നമുക്കത് പെട്ടെന്ന് മുഴുവനായും തിരികെ വേണം എന്ന് പറയുമ്പോൾ അതിൻ്റേതായ നമ്മൾ അതിൻ്റേതായ ചില ചെറിയ ബുദ്ധിമുട്ടുകൾ നമ്മൾ അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ഹോൾഡർ എന്നുള്ള രീതിയിൽ ഒരു ലോൺ ആപ്ലിക്കേഷൻ നൽകുന്നതോടുകൂടി അത് നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്ന പ്രോസസ്സ് അത് നമ്മുടെ പ്രയാസങ്ങൾ നേരിടേണ്ട പ്രോസസ്സ് വരെ ഉണ്ടാവും. നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. ഒട്ടനവധിയായ അവധികൾ നമുക്ക് ലഭിക്കേണ്ട സർവീസുകൾ ലഭിക്കാതെ പോകുന്ന ഒരവസ്ഥയുണ്ട്. നമ്മുടെ പണം കൈകാര്യം ചെയ്യുന്നതിൽ നമുക്ക് കാലതാമസങ്ങൾ വരുന്നു. നമ്മുടെ ഇടപാടുകൾ മൂന്നാമതൊരു വ്യക്തി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരവസ്ഥ. ATM-മായി ബന്ധപ്പെട്ട് ചിലപ്പോൾ സെർവറുകൾ ജാമായി കഴിഞ്ഞാൽ നമുക്ക് പണം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാങ്കിംഗ് മേഖലകളിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ നിലവിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരെ മറിച്ച് ഡിജിറ്റൽ ബാങ്കിംഗ് മേഖലകളിലേക്ക് ഡീസെൻട്രലൈസ്ഡ് ലഭിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ അവധികളിൽ 24 മണിക്കൂറും സർവീസ് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് മറ്റൊരു വ്യക്തികളിലേക്കോ സ്ഥാപനങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തികളിലേക്കോ സ്ഥാപനങ്ങളിലേക്കോ നമുക്കിടയിലെ ഇടപാടുകൾ മറ്റൊരാൾ അറിയുന്നില്ല. പരസ്പരം വിത്തിൻ സെക്കൻഡ് പണം കൈമാറാനുള്ളൊരു പരസ്പരം ഉണ്ടാകുന്നു. അതുപോലെ നമുക്ക് ആവശ്യമുള്ള സർവീസുകൾ ഡീസെൻട്രലൈസ്ഡ് പ്രയാസവും കൂടാതെ നമുക്ക് നേടാനുള്ളൊരു അവസരം ഇവിടെ എങ്ങനെയാണ് ഒരു സാധാരണക്കാരന് ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് വീഡിയോകളിലൂടെ എത്തിച്ചേരാനുള്ള അവസരം പേൾബെയിൻ ഒരുക്കുന്നത് പല വീഡിയോകളിലൂടെയും നിങ്ങൾ പരിചയപ്പെട്ടു. നമുക്കറിയാം, ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്ന മെറ്റാ ആർമി എന്ന് പറയുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പിന്റെ ഒരു ടീമിന്റെ പേരാണ് മെറ്റാ ആർമി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുള്ളൊരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു ബാങ്കിംഗ് മേഖലയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഫിനാൻഷ്യൽ ഫ്രീഡം നടക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമുക്ക് റബ്ബർ മാർക്കറ്റിംഗ് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം ഇവിടെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് 20 റബ്ബർ മാർക്കറ്റിംഗ് തിരഞ്ഞെടുക്കാനുള്ള അവസരം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് 20% മുതൽ 1% വരെയുള്ള കമ്മീഷൻ. അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള പണത്തെ വർദ്ധിപ്പിക്കാൻ പറ്റും. സാധാരണ ബാങ്കിംഗ് മേഖലകളെ വർദ്ധിപ്പിക്കാൻ പറ്റും ഉള്ളതിനേക്കാൾ പെട്ടെന്ന് വർദ്ധിപ്പിക്കുകയും അത് വീണ്ടും നമുക്ക് തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങളും ഏർലി ബേർഡ് ഓഫറും കോമ്പറ്റിങ്ങുമായി നമ്മൾ നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ഒരു ബാങ്കിംഗ് മേഖലയിൽ നമുക്ക് ലോൺ. തീർച്ചയായും പേൾബെയിൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാമിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എങ്കിൽ പോലും നമ്മുടെ ടീം അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഗ്രൂപ്പിലൂടെ ലോൺ ആർമീസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് കാരണം നമ്മുടെ ഗ്രൂപ്പിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ലഭിക്കും. കാരണം നമ്മുടെ ഗ്രൂപ്പിന്റെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഈ ഒരു ഗ്രൂപ്പ് ഒരു ഫിൻടെക് കമ്പനിയായി മാറുന്നു. അവിടെ നിങ്ങൾ ഫിൻടെക് കമ്പനിയായി സൗകര്യം ലഭിക്കുന്നതായിരിക്കും.
എങ്ങനെയാണെന്ന് അവിടെ നമുക്കറിയാം. സാധാരണ ഒരു സർക്കാർ സർവീസിലുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം. അതേ സാലറി ഒരു സർക്കാർ സർവീസിലുള്ള ഒരു വ്യക്തി സമർപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സാലറി അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ലോൺ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഏത് ബാങ്കിൽ നിന്ന് എന്താണ് കാരണം പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ബാക്കിയുള്ളൊരു സർവീസ് കാലഘട്ടം എന്താണ് കാരണം അദ്ദേഹം ഒരു കാലയളവ് ബാക്കിയുള്ള സർവീസ് കാലഘട്ടത്തെ വിലയിരുത്തുകയും നിർബന്ധമായും കാലയളവ് കയ്യിലേക്ക് വരുന്ന പണത്തിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവുകയും നിർബന്ധമായും അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഒരു ഹൈ ലെവലിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവുകയും അദ്ദേഹത്തിന് ആവശ്യമുള്ള തുക അർഹതപ്പെട്ട തുക സെക്കൻഡ് ആവശ്യമുള്ള തുക അനുവദിച്ചു. അർഹതപ്പെട്ട തുക വിത്തിൻ സെക്കൻഡ്. അതിന് കാരണം എന്ന് പറയുന്നത് ബാങ്ക് അനുവദിച്ചു. അദ്ദേഹത്തിന് ലഭിക്കേണ്ട വരുമാനം ഇതിന് കാരണം എന്ന് പറയുന്നത് എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിന് ലഭിക്കേണ്ട വരുമാനം കൃത്യമായി അദ്ദേഹത്തിന് ലഭിക്കും എന്നുള്ളത് തന്നെയാണ്. ഇവിടെ പേൾവെൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന സബ്ജക്ട് മനസ്സിലാക്കുകയും നമ്മുടെ കൂടെ ഇവിടെ പേൾവെൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന സബ്ജക്റ്റുമായി മീറ്റിംഗുകൾ നമ്മുടെ കൂടെ മറ്റു ടീമിന്റെ ഒരു പ്രോഗ്രാമും കൃത്യമായി യാതൊരുകൾ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമും ചെയ്യാതിരിക്കും. അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് വരുമാനത്തിന്റെ അതായത് നമുക്ക് അദ്ദേഹത്തിന് ലഭിക്കുന്ന വ്യക്തിക്ക് ഒരു റഫറൽ പ്രോഗ്രാം വ്യക്തിക്ക് അറിയാം ഒരു വ്യക്തിക്ക് ഒരു റഫറൽ പ്രോഗ്രാമായി വ്യക്തിക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതൊരു കൃത്യമായി വിംഗമായി മാറുന്ന ഒരു അവസ്ഥയുണ്ട്. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതൊരു വിംഗമായി ചെയ്ത വ്യക്തിയെ സംബന്ധിച്ച് 1000 ദിവസമാണ് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിയെ സംബന്ധിച്ച് 1000 ദിവസമാണ് അദ്ദേഹം അതിനുള്ളിൽ അദ്ദേഹത്തിന് എത്രമാത്രം നിർബന്ധമായി തിരിച്ചു കിട്ടും എന്ന അതിനുള്ളിൽ അദ്ദേഹത്തിന് എത്രമാത്രം നിർബന്ധമായി തിരിച്ചു കിട്ടും എന്ന ഒരു രൂപ പോലും പലിശയില്ലാതെ നമ്മുടെ ടീമുകളുടെ ഭാഗത്ത് നിന്നും ഒരു രൂപ പോലും പലിശയില്ലാതെ ഒരു വ്യക്തി നമ്മുടെ ടീമിന്റെ ഭാഗത്ത് ലോൺ ഫെസിലിറ്റി ആർമിയുടെ ഭാഗത്ത് ലഭിക്കും. ഒരു വ്യക്തിക്ക് ലോൺ ഫെസിലിറ്റി കൂടി ഇനി ലഭിക്കും. നമുക്കറിയാം ഇവിടെ 100 USDT മുതൽ നമുക്കറിയാം ഇവിടെ 100 USDT മുതൽ റഫറൽ മാർക്കറ്റിംഗ് ആരംഭിക്കാം. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ വിധത്തിലും റഫറൽ മാർക്കറ്റ് 6 സബ്ജക്റ്റ് നമുക്ക് മുമ്പിലേക്ക് അങ്ങനെ എല്ലാ വിധത്തിലും അവതരിപ്പിക്കുന്നു. ഒരു 6 സബ്ജക്റ്റ് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ സിസ്റ്റം അവതരിപ്പിക്കും. സർവീസ് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ അംഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സർവീസ് നൽകിക്കൊണ്ട് ഒരു ആഴ്ചയിൽ 5 ഈ അംഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഫിസിക്കൽ മീറ്റിംഗ് ഇവിടെ നടക്കും. ആഴ്ചയിൽ 5 അതുപോലെ തന്നെ നടക്കുന്നു. ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ അവയർനെസ് നൽകാം. ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അവയർനെസ് ഇവിടെ ഒരു പലവിധ എന്താണ് ചെയ്യേണ്ടത് ശ്രമിക്കുന്നു. പേൾവെൻ അവതരിപ്പിക്കും. ഇവിടെ ഒരു 6 വ്യക്തി എന്താണ് ചെയ്യേണ്ടത് പേൾവെൻ അവതരിപ്പിക്കുന്ന ഈ 6 പ്രൊജക്ടിന്റെ ഡിജിറ്റൽ കറൻസി പ്രോഗ്രാം 6 പ്രൊജക്ട് PVC മെറ്റ മൾട്ടിപർപ്പസ് ഡിജിറ്റൽ കറൻസി പ്രോഗ്രാം PVC മെറ്റ മൾട്ടി സോഷ്യൽ മീഡിയ ടോക്കൺ പ്രോഗ്രാം ഗെയിമിംഗ് പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ മൊബൈൽ നെറ്റ്വർക്ക് ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ഇ-കൊമേഴ്സ് ഈ 6 പ്രൊജക്ടിന്റെ ഭാഗമാവാൻ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ്. ഈ 6 പ്രൊജക്ടിന്റെ ഭാഗം 1000 PVC മെറ്റ വാങ്ങി ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റ് ഹോൾഡ് 1000 PVC മെറ്റ വാങ്ങി നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റ് ഹോൾഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ബിസിനസ്സിലേക്ക് കടന്നത്. ഈ ഒരു പ്രോഗ്രാമിൽ PVC മെറ്റ എന്നറിയപ്പെടുന്ന NFT ഒരു പ്രോഗ്രാമിൽ PVC മെറ്റ എന്നറിയപ്പെടുന്ന NFT പണം ഫ്യൂച്ചർ ഓഫ് മണി എന്നറിയപ്പെടുന്നു. ഇനി വരാൻ പോകുന്ന പ്രൊജക്ട് സോഷ്യൽ മീഡിയയും മൊബൈൽ നെറ്റ്വർക്കും ഇ-കൊമേഴ്സും ഇനി വരാൻ പോകുന്ന പ്രൊജക്ട് സോഷ്യൽ മീഡിയയും മൊബൈൽ നെറ്റ്വർക്കും ലോകത്തിലേക്ക് ഗെയിമിങ്ങും ഒക്കെ ഈ ഒരു ലോകത്തിലേക്ക് ഏറ്റവും പെട്ടെന്ന് എത്തിക്കുന്ന രീതിയിലുള്ള പണത്തെ പ്ലാൻ ചെയ്തു കഴിഞ്ഞു. ഏറ്റവും പെട്ടെന്ന് എത്തിക്കുന്ന രീതിയിലുള്ള ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടന്നു വരണമെങ്കിൽ ഏതൊരു വ്യക്തിക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടന്നു വരണമെങ്കിൽ റഫറൽ ID ഒരു ബന്ധമാണ്. അക്കൗണ്ട് ഹോൾഡറുടെ റഫറൽ ആ ഒരു ID നിങ്ങൾക്ക് ലഭിച്ചാൽ ഏതൊരു വ്യക്തിക്കും സ്വതന്ത്രമായി ആ ഒരു ID നിങ്ങൾക്ക് ലഭിച്ചാൽ ഏതൊരു വ്യക്തിക്കും സ്വതന്ത്രമായി ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ്. ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വീഡിയോ ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് കാണുകയും മനസ്സിലാക്കുകയും ആ ഓരോ വീഡിയോ ഇതിൻ്റെ കാണുകയും മനസ്സിലാക്കുകയും പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് ഇതിൻ്റെ നല്ലൊരു കരിയറുകളിൽ പങ്കെടുക്കുകയും ചെയ്തു ബിൽഡ് ചെയ്യാനുള്ളൊരു അവസരം നിങ്ങൾ സ്വീകരിക്കും. നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാനുള്ളൊരു അവസരം നിങ്ങൾ സ്വീകരിക്കും. വലിയ നിങ്ങളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം നിങ്ങൾ വലിയ അനുഭവിക്കാൻ കഴിയും. സാമ്പത്തിക ആരോഗ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. സാമ്പത്തിക ആരോഗ്യം വളരെ നല്ലൊരു ഫാമിലി എടുക്കാൻ കഴിയും. സോഷ്യൽ ലൈഫ് വളരെ നല്ലൊരു നിങ്ങൾക്ക് നേടാൻ കഴിയും. ലൈഫ് സോഷ്യൽ ലൈഫ് ഇന്ന് വരെ നിങ്ങൾ നേടാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഇന്ന് വരെ പരാധീനതകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കഴിയും. എല്ലാ സാമ്പത്തിക പരാധീനതകളിൽ നിങ്ങൾ തിരിച്ചറിയുന്ന പക്ഷം കഴിയും എന്ന് ഈ ഒരു പ്രോഗ്രാമിലെറിയുന്ന പക്ഷം നിങ്ങളെല്ലാവരും കടന്നു വരും. ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ആരാണോ ഈ വീഡിയോ അയച്ചു തരുന്നത് അദ്ദേഹത്തെ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. നിങ്ങൾക്ക് ആരാണോ ഈ വീഡിയോ അയച്ചു തരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കും അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് മെസ്സേജിലൂടെ കോളിലൂടെ നിങ്ങൾ അന്വേഷിക്കുകയും നിങ്ങൾക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. വാട്സപ്പ് മെസ്സേജിലൂടെ നിങ്ങൾ ഈ ഒരു അവസരം ഉപയോഗങ്ങൾക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. ഞാൻ
വിശ്വസിച്ചു നിങ്ങൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തി ഒരു ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെറിയ വീഡിയോ നിങ്ങളിത് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക.